കളരിയുമായി പൂരക്കളിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പൂരക്കളിയുടെ അടവുകളും ചുവടുകളും കളരി സംസ്കാരത്തിൽ നിന്നാവണം ഉൾക്കൊണ്ടതെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. പൂരോത്സവത്തിൽ പ്രധാനമാണ് മറത്തുകളി. മറുത്ത് നടത്തുന്ന അഥവാ മത്സരിച്ച് നടത്തുന്ന കളിയാണ് മറുത്തുകളി. 2 ക്ഷേത്രങ്ങൾ തമ്മിലാണ് മറുത്തുകളി നടത്താറ്. ക്ഷേത്രക്കാർ കൊണ്ടുവരുന്ന പണിക്കർമാർ തമ്മിലും പൂരക്കളി സംഘങ്ങൾ തമ്മിലും കഴിവ് ഒരേ സമയം മത്സരിച്ച് പ്രദർശിപ്പിക്കുന്നു. ഓരോ ക്ഷേത്രക്കാരും അവരവർക്കിഷ്ടപ്പെട്ട പണിക്കർമാരെ പൂരോത്സവത്തിന് 1 മാസം മുൻപ് സ്ഥാനികരും കളിക്കാരും വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. രാവിലെ ആരംഭിച്ച് പിറ്റേ ദിവസം പുലർച്ചെ വരെ നീണ്ടുനിൽക്കുന്ന ചടങ്ങാണ് മറത്തുകളി. പണിക്കർമാരും ശിഷ്യരും ചുവന്ന പട്ടുകോർത്ത് കെട്ടിയുടുത്ത് മേലെ ഉറുമാൽ കെട്ടണം. മറത്തുകളിയിൽ അഭിവാദനം, താമ്പൂലദാനം, രംഗപ്രവേശം, ദീപവന്ദന, ഇഷ്ടദേവത വന്ദനകൾ, 2ാം തരം വന്ദനം, പൂരമാല, 18 നിറങ്ങൾ, രാമായണം, വൻകളികൾ, ഗണപതിപ്പാട്ട്, നാടകവും യോഗിയും ഉൾപ്പെടുന്നു. യോഗിയും നാടകവും കഴിഞ്ഞ് തൊഴുന്ന പാട്ടോടുകൂടി മറുത്തുകളി അവസാനിക്കുന്നു. പണിക്കർമാർ തമ്മിലുള്ള തർക്കത്തിൽ വേദങ്ങളും പുരാണങ്ങളും മുതൽ സമീപകാല കവിതകളും ദർശനങ്ങളും വരെ കടന്നുവരുന്നു. ജാതീയത നിലനിന്നിരുന്ന കാലത്ത് അവർണരായ മനുഷ്യർക്ക് അറിവ് കൊണ്ട് പ്രതിരോധം തീർത്തത് മറുത്തുകളിയിലൂടെയായിരുന്നു.